ഹലോ ഹായ് എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് കാണുമ്പോൾ എന്ത് അച്ചാറാണെന്ന് ഡൗട്ട് അടിക്കുന്നുണ്ടോ? ഇത് ഇലിമ്പുപുളി അച്ചാറാണ്. അപ്പോൾ ഇലിമ്പുപുളി നന്നായിട്ട് എന്നിട്ട് കഴുകിയെടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇലിമ്പുപുളിയാണ് കേട്ടോ. ഇലിമ്പുപുളി നമുക്ക് പല ഷേപ്പിലറിയാം, നീളത്തിലറിയാം. ഞാനിപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭംഗിയാണ് കാണാനൊക്കെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും വേണം. ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളക് ഒരു 4-5 വറ്റൽമുളക് നമുക്ക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷമേ വെളുത്തുള്ളി ചേർക്കാവൂ. ഇഞ്ചിക്കകത്തുള്ള ഒരു വെള്ളമെല്ലാം വറ്റിയൊക്കെ വരണം. കാരണം ഇഞ്ചിക്ക് ഇച്ചിരി വേവുണ്ടല്ലോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടങ്ങ് വഴണ്ട് വരണം. അപ്പം നമ്മൾ ഇതൊരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ അച്ചാർ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് കോരി മാറ്റാം. സെപ്പറേറ്റ് പാത്രത്തിലേക്കോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിപ്പുളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാ ഇലിമ്പിപ്പുളിയും നമുക്ക് അതിലിടുന്ന എന്നിട്ട് വെള്ളം എല്ലാം അങ്ങ് വറ്റി വരണം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാത്തിലേക്കും പുരണ്ട് നന്നായിട്ട് ഇതെല്ലാം അങ്ങ് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അതിലെ വെള്ളമെല്ലാം നമുക്കങ്ങ് വറ്റിച്ചെടുക്കണം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വെന്ത് ഉടഞ്ഞ് വരും. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ അറിയാൻ പറ്റില്ല അത് എന്തിൻ്റെ അച്ചാറാണ്. രുചിച്ചാലും പെട്ടെന്ന് അറിയില്ല. പിന്നീട് 2-3 പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും എന്തിൻ്റെ ടേസ്റ്റ് ആണെന്ന് കേട്ടോ. അതുപോലെ ഇരിക്കും കേട്ടോ. നന്നായിട്ടങ്ങ് വെന്തുടഞ്ഞെല്ലാം വരും. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത് കൊണ്ട് തന്നെയും ഇത് ഒരുപാട് ദിവസം ഇരുന്നോളും. ഇനി നമുക്ക് 2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ അളവിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് ശേഷമേ ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളും എല്ലാം കൂടി നന്നായിട്ടങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി അങ്ങ് മൂത്ത് നന്നായിട്ടങ്ങ് എല്ലാത്തിലേക്കും മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. കാര്യം അടിക്ക് പിടിക്കും അല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ എണ്ണയെല്ലാം അങ്ങ് തെളിഞ്ഞ് വരും കേട്ടോ. തെളിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ല രുചിയാണ്. നമ്മൾ നോർമലി ഇടുന്ന അച്ചാറിൽ നിന്ന് വ്യത്യസ്തമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. കുറേ ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഒത്തിരി ദിവസം ഇരുന്നോളും. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് അതുപോലെ രുചിയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, വീണ്ടും വരാം. ടാറ്റാ ബൈ. സീ യു ലേറ്റർ.